മാനവരാശിക്കുമേലുള്ള ദൈവത്തിൻ്റെ കരുതൽ അവർണ്ണനീയമാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് പ്രിയമക്കളായി വഴി നടത്തി സ്വർഗരാജ്യത്തിൻ്റെ സമ്പന്നതയിലേക്ക് ദൈവം അവരെ കരം പിടിച്ചുയർത്തുന്നു. ആ മഹനീയമായ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തോടൊപ്പം പങ്കാളികളാകുന്ന അനേകർ. അവരുടെ സമർപ്പണം അനവധി ആത്മാക്കളെ സത്യപ്രകാശത്തിലേക്ക് നയിക്കുന്നു. എക്കാലവും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷകരെ തൻ്റെ സാന്നിധ്യാവബോധവും ആത്മീയ ബോധ്യങ്ങളും നൽകി അവിടുന്ന് വളർത്തുന്നു. അഭിവന്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവ് തൻ്റെ പ്രവർത്തന ശൈലികളും സ്നേഹശീലവും കൊണ്ട് കേരള സഭയിൽ ഏറെ ശ്രദ്ധേയനാണ്. തലശ്ശേരി രൂപതയിൽ തുടക്കം കുറിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ ജീവിതം പിന്നീട് മാനന്തവാടി, ഭദ്രാവതി, മാണ്ഡ്യ തുടങ്ങിയ രൂപതകളിൽ അനുഗ്രഹം പകർന്ന് ഒടുവിൽ തലശ്ശേരിയിൽ തന്നെ തിരികെ എത്തിയപ്പോൾ ഈ ജീവിതയാത്ര വെളിപ്പെടുത്തുന്ന മഹനീയമായ ഏറെ ദൈവിക പദ്ധതികളുണ്ട്. 1977 മുതൽ വ്യത്യസ്ത മേഖലകളിലേക്ക് നിയോഗിക്കപ്പെടുകയും ഏറെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്ത ഞരളക്കാട്ട് പിതാവിൻ്റെ വഴികൾ വലിയ വിജയങ്ങൾ കണ്ടതിനു പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട്. തൻ്റെ സ്വതസിദ്ധമായ സൗമ്യതയോടും സ്നേഹത്തോടും കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുവാൻ കഴിഞ്ഞത് വലിയ നേട്ടങ്ങൾക്കിടയാക്കിയെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. മാനന്തവാടി രൂപതയുടെ തുടക്ക കാലഘട്ടങ്ങൾ തീവ്രയത്നങ്ങളുടേതായിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണവും സ്വന്തമായുണ്ടായിരുന്ന രൂപതാധ്യക്ഷൻ തൂങ്കുഴി പിതാവിനൊപ്പം അക്കാലത്ത് ചേർന്നു നിന്ന് ക്രിയാത്മകമായി പ്രവർത്തിച്ച ചില പുരോഹിത പ്രമുഖരിൽ അഭിവന്യ ഞരളക്കാട്ട് പിതാവിനുള്ള സ്ഥാനം വളരെ വലുതാണ്. അഭിവന്യ ജോർജ് ഞരളക്കാട്ട് പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആരംഭകാലം സവിശേഷമായ ദൈവീക ഇടപെടലുകൾ കൊണ്ട് സമ്പന്നമാണ്. വ്യത്യസ്തമായ വഴികളിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും അദ്ദേഹത്തെ വഴി നടത്തിയ ദൈവം വരും കാലത്തിലെ സമാനതകളില്ലാത്ത പ്രേഷിതനായി വളർത്തുകയായിരുന്നുവെന്ന് തീർച്ച. റോമിലെ വിദ്യാഭ്യാസ കാലത്തിനു ശേഷം മാനന്തവാടിയിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് ലഭിച്ച ചുമതലകൾ ഏറെയായിരുന്നു. രൂപതയുടെ മതബോധന രംഗത്തും പാസ്റ്ററൽ സെന്ററിലും നേതൃത്വ ചുമതലകൾ വഹിച്ചിരുന്നതിനൊപ്പം കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് രൂപതയെ വളർത്തുവാനും അദ്ദേഹം പരിശ്രമിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വൈദികനായപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ദൈവം എന്നെ വിളിച്ചൊരു മിഷണറി വൈദികനാകാനാണല്ലോ. പക്ഷെ ഞാനിപ്പോൾ ഇടവക വൈദികനായി തീർന്നു. പക്ഷേ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. തലശ്ശേരി രൂപതയെ എപ്പോഴും കണക്കാക്കിയിരുന്ന ഒരു മിഷൻ രൂപതയായിട്ടാണ് കണക്കാക്കിയിരുന്നത് അന്നത്തെ കാലത്ത്. കാരണം വള്ളപ്പള്ളി പിതാവ് എപ്പോഴും പറയായിരുന്നു, ഇതൊരു മിഷൻ രൂപതയാണ്, നമുക്ക് ധാരാളം ദൈവവിളികൾ വേണം, വൈദികർ വേണം. തലശ്ശേരിയിൽ നിന്ന് മാറി മാനന്തവാടി ചെന്നപ്പോൾ മാനന്തവാടി ഒരു മിഷൻ രൂപത പോലെയായിരുന്നു. അപ്പോൾ തമ്പുരാൻ ആ ഒരു ചിന്ത അത് മനസ്സിലുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കുന്നത്. അങ്ങനെ ഞാൻ ഈ 88 തോന്നുന്നു ഞങ്ങൾ വളർച്ച ധ്യാനം കൂടാനായിട്ട് കുളത്തുവരി ചെന്നു. വളർച്ച ധ്യാനമൊക്കെ കൂടി ആ അവസരത്തിൽ വർക്കിച്ചിനടുത്ത് പ്രാർത്ഥിക്കാൻ പോയി, കൗൺസിലിങ്ങിന് പ്രാർത്ഥിക്കാൻ പോയി. ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പ് ഒരുമിച്ചാണ് പോയത്. ഒരു അവസരത്തിൽ വർക്കിച്ചൻ പ്രാർത്ഥിച്ചിട്ട് അന്ന് എന്നോട് പറഞ്ഞു, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തൊപ്പിയാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞു. ഒരു തൊപ്പി കാണുന്നു. ഭാവിയിലല്ലോ മെത്രാനല്ലോ ആകാൻ വേണ്ടി ആയിരിക്കും തമ്പുരാൻ ഇങ്ങനെ തരുന്നത്. എനിക്കിത് കേട്ടപ്പോൾ ചിരി വന്നു സത്യത്തിൽ. മറ്റുള്ളവരും കേട്ടു, തൊപ്പിയുടെ കാര്യമൊക്കെ കേട്ട് എല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പിരിഞ്ഞു പോയി. നമ്മളത്ര ഗൗരവമായിട്ടൊന്നും എടുത്തില്ല കാര്യം, നേര് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പാസ്റ്റർ സെൻ്ററിലെ സേവനം ഇങ്ങനെ അങ്ങോട്ട് നടന്നു 7 വർഷക്കാലം, 94 വരെയാണ് പാസ്റ്റർ സെൻ്റർ. അതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി.
അതിനിടയ്ക്ക് വർക്കച്ചന് ടീം ഒരിക്കലും പുതിയടെന്ന് പറഞ്ഞ ഇടവിൽ ധ്യാനിപ്പിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛന്മാരൊക്കെ കൊണ്ട് പറഞ്ഞു, നമുക്ക് അവിടെ അച്ഛൻ്റെ അടുത്ത് പോക്കളെ, നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കാം. അവിടെ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ മാറി മാറി പ്രാർത്ഥിച്ചു. അച്ഛനൊക്കെ തലയിൽ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ പഴയ തൊപ്പി ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നോക്കിയേ, തമ്പുരാൻ്റെ ഒരു വിളിയാണ് കാണുന്നത്. പിന്നീട് ഞാൻ മെത്രാനായപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി. 88 ഞാൻ മെത്രാനാകുന്നത് എന്ന 2010 88, 98, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ തമ്പുരാൻ ആ വർക്കിച്ചിലൂടെ കാണിച്ച ഒരു തൊപ്പിയെ പറ്റിയാണ്. അപ്പോൾ ഞാൻ തമ്പുരാൻ്റെ ആ വലിയ വഴികൾ ഓർക്കുകയാണ്. തമ്പുരാൻ നമ്മൾ ഒരുക്കുന്നുണ്ട്. തൻ്റെ ജീവിതകാലത്തുടനീളം വ്യത്യസ്തമായ വീഥികളിലൂടെ വഴി നടത്തിയ ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെ അഭിമന്യ പിതാവ് ഏറെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. രൂപതയിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യത്യസ്ത ചുമതലകളെ തുടർന്ന് രൂപതാ കാര്യാലയത്തിലേക്ക് ലഭിച്ച ഒരു മാറ്റം തുടക്കത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നുവെങ്കിലും വളരെ വലിയ അനുഭവ സമ്പത്ത് കരസ്ഥമാക്കുവാൻ അത് കാരണമായി എന്നും പിതാവ് ഓർമ്മിക്കുന്നു. വിഭിന്നങ്ങളായ ജീവിതാവസ്ഥകളിലൂടെ പക്വമായൊരു വ്യക്തിത്വം സമ്മാനിക്കുന്ന നല്ല ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇവിടെ ദൃശ്യമാണ്. 94 ഞാൻ അവർ 7 വർഷം പാസ്റ്റർ സെൻ്ററിൽ സേവനം ചെയ്തു. അത് എൻ്റെ ഒരു വലിയൊരു വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. വലിയ സേവന മേഖലകളായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ രൂപതയുടെ ആലോചന സമിതിയുടെ മെമ്പറായിരുന്നു. ഞാൻ ഒക്കേഷൻ ബ്യൂറോ ഡയറക്ടറായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഞാൻ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ രൂപത ഡയറക്ടറായിട്ട് 2 കൊല്ലം സേവനം ചെയ്തു. ഒത്തിരിയേറെ മേഖലകളിൽ പിതാവ് എന്നെ നിയോഗിച്ചു. ശരിക്കും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് എന്നെ ഏറെ സഹായിച്ചതും പ്രോത്സാഹിപ്പിച്ച് വളർത്തുകയും അഭിമന്യ തൂങ്കുടി പിതാവാണ് എന്നെ ഇങ്ങനെ വളർത്തുന്നതിന് സഹായമായി. ഒപ്പം പിതാവിനെ അതിന് പ്രേരിപ്പിച്ച വൈദികരൊക്കെ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അവരൊക്കെ നന്ദിപൂർവ്വം പേരെടുത്ത് പ്രത്യേകിച്ച് ഓരോ ചിലരും അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഏതായാലും ഞാൻ പടിപടിയായിട്ട് വളർന്നു. 94 പിതാവ് ഒരിക്കലും എന്നെ പാസ്റ്റർ സെൻ്ററിൽ വന്നിട്ട് ചോദിച്ചു, അച്ഛനൊരു സ്ഥലമാറ്റം ഞാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞു. സ്ഥലമാറ്റം തരാം. ഞാൻ ചോദിച്ചു, എന്താണ് അടുത്ത പരിപാടി? പിതാവ് എന്നോട് ചോദിച്ചു, എന്നെ വന്ന് വിശ്വസത്തിൽ സഹായിക്കാൻ പറ്റുമോ ചോദിച്ചു. അയ്യോ, ഞാൻ പിതാവിനോട് പറഞ്ഞിട്ട്, പിതാവ് എനിക്ക് വിശ്വസത്തിലേക്ക് വരാൻ വലിയ താല്പര്യമില്ല. ഞാൻ ഈ പാസ്റ്റർ സെൻ്ററായിട്ട് ഒതുങ്ങി നിന്നുള്ളൊരു ഇടവ് തരുന്നതാണ് നല്ലത്. അല്ല, ഞാൻ അച്ഛന് ഉദ്ദേശിക്കുന്നത് അച്ഛന് പൊക്രേറ്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ സാമ്പത്തിക കാര്യം, രൂപത സാമ്പത്തിക കാര്യം. ഞാൻ പിതാവ് പറഞ്ഞു, എൻ്റെ പിതാവ് എൻ്റെ സ്വഭാവത്തിന് ഒട്ടും ചേർന്ന് പണിയല്ല ഈ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്ത്. ഞാൻ ഈ വചനവും പ്രസംഗിച്ച് വേദപാഠം നടക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം അതാണ്. പിന്നെ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്തു. അച്ഛനൊന്ന് ആലോചിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ പിതാവ് എന്നോട് വീണ്ടും പറഞ്ഞു, അച്ഛൻ ഏതായാലും സ്ഥലമാറ്റമുണ്ട്, വിശ്വാസത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പിതാവ് പറഞ്ഞൊരു വാചകം ഓർക്കുകയാണ്, ഈ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിലും ഒരു ആത്മീയത ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞാൻ അങ്ങോട്ട് വയ്ക്കുന്നത് സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും അതൊരു ആത്മീയതയോടുകൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ 94 വിശ്വാസത്തിലേക്ക് ചെന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു എന്നെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ പറിച്ചു നടന്നൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ എല്ലാ വിധത്തിലും നന്നായിട്ട് ശോഭിച്ചിരുന്ന ഒരു അവസരമാണ് പാസ്റ്റർ സെൻ്ററും വേദോടൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുന്ന് പറിച്ചു മാറ്റുന്ന എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് വലിയ വിഷമമായിരുന്നു. എന്നാലും അധികാരികൾ വിളിക്കുന്നിടത്തേക്ക് നമ്മൾ പോകണമല്ലോ, ആ മനസ്സ് അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ ഞാൻ ശരി അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങോട്ട് ചെന്നു. ഞാൻ രൂപതയുടെ പൊക്രേറ്ററായിട്ട് ചെല്ലുമ്പോൾ പിതാവ് എനിക്ക് പൊക്രേറ്റർ പണിയോടുകൂടി തന്നെ ഒരു ഇടവയുടെ ചാർജും തന്നു. മാനന്തവാടി ടൗണിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഒരു ഇടവ, ആറാട്ടുതറ എന്ന് പറയും, പുതിയ ഇടവയാണ്. ആ ഇടവയുടെ ആദ്യത്തെ ആ ഇടവയുടെ ഒരു വികാരിയായിട്ടാണ് എനിക്ക് ആദ്യത്തെ താമസിക്കുന്ന വികാരിയല്ല. അപ്പോൾ ഞാൻ രണ്ടും കൂടെ കൊണ്ടുപോയി നന്നായിട്ട്. എനിക്കത് ഇഷ്ടമായിരുന്നു രണ്ടും. ഒരു ഇടവയും കൂടെ കിട്ടിയതോടുകൂടി എനിക്ക് കുറച്ച് സമാധാനമായി. കാരണം വിശ്വാസത്തിലെ ജോലികളുടെ മടുപ്പിനിടയ്ക്ക് ഒന്ന് ഇടവേലേക്ക് പോകാമല്ലോ. വെള്ളി, ശനി, ഞായറാഴ്ച അവിടെ കുർബാനയുണ്ട്. ബാക്കി ദിവസങ്ങളിൽ കുർബാനയില്ലായിരുന്നു. എന്നാലും ഇടവയിൽ വാർഡ് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് എപ്പോഴും അതേസമയത്ത് വിശ്വാസത്തിൻ്റെ ജോലിയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി. വലിയ വിഷമമൊന്നും കൂടാതെ 2 ജോലികളും ചെയ്തു. വിശ്വാസത്തിലെ ജോലി എന്ന നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതോട് എനിക്ക് രൂപത അഡ്മിനിസ്ട്രേഷനുമായിട്ട് കൂടുതൽ അടുത്ത ഇടപെടാൻ കഴിഞ്ഞു.
2 പതിറ്റാണ്ടിലേറെ മാനന്തവാടി രൂപതയെ നയിച്ച അഭിവന്യ തൂങ്കുഴി പിതാവിന് പെട്ടെന്ന് ലഭിച്ച മാറ്റം രൂപതയ്ക്ക് ആകമാനം വേദനാജനകമായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ സമൂഹത്തെ കൈപിടിച്ചു നടത്തിയ ആ മഹാനായ പുരോഹിത ശ്രേഷ്ഠൻ തനിക്കും മറ്റനേകർക്കും ഉത്തമ മാതൃകയും കൂടിയായിരുന്നുവെന്ന് അഭിവന്യ ഞരളക്കാട്ട് പിതാവ് സ്മരിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചു പോരുമ്പോഴാണ് 95 തൂങ്കുഴി പിതാവിന് സ്ഥലമാറ്റം വരുന്നത്. തൂങ്കുഴി പിതാവ് താമരശ്ശേരി രൂപതയുടെ ബിഷപ്പായിട്ട് പോവുകയാണ് ചെയ്യുന്നത് 95. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കായിരുന്നു. അത് അങ്ങോട്ട് മാറുന്നത്. കാരണം ഞങ്ങൾ പിതാവിന് വലിയ സ്ഥാനങ്ങളിലേക്ക് ഉദ്ദേശിക്കുന്ന പിതാവ് താമരശ്ശേരിയിലേക്ക് പോകുമ്പോൾ ഒരു വലിയ വിഷമമായിരുന്നു. മാനന്തവാടി രൂപതയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വിഷമമായിരുന്നു. പക്ഷേ പിതാവ് അത് ദൈവ നിയോഗം എന്താണ് എടുത്തതും സ്വീകരിച്ചൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. പിതാവിന് ഞങ്ങൾ വലിയ സെൻഡ് ഓഫുകൾ ഒരുക്കുന്നതും താമരശ്ശേരി കൊണ്ടുവിടുന്നതൊക്കെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുകയാണ് ആ കാലഘട്ടങ്ങളിലൊക്കെയും. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ ഇടവകയിലിരിക്കുമ്പോഴും സെൻട്രലായിരുന്നാലും വിശ്വസ് ഹൗസിലായിരുന്നാലും തൂങ്കുഴി പിതാവ് തന്ന പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അത്രമാത്രം പിതാവിൻ്റെ ജീവിതം ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. 22-23 വർഷക്കാലം പിതാവിൻ്റെ കൂടെയുള്ള ആ ജീവിതം ഞങ്ങൾ അത്രമാത്രം സ്വാധീനിച്ചിരുന്നു. ആയിരത്തി 1997 മാനന്തവാടി രൂപതയുടെ 2ാമത്തെ മെത്രാനായി മാർ എമ്മാനുവേൽ പോത്തനാമൊഴി അഭിഷിക്തനാകുന്നത്. ആ കാലം മുതൽ രൂപതയുടെ വികാരി ജനറലായി നിയമിതനായത് അഭിവന്യ ഞരളക്കാട്ട് പിതാവായിരുന്നു. അഭിവന്യ പോത്തനാമൊഴി പിതാവ് രോഗബാധിതനായി 2003 സ്വർഗഭാഗ്യത്തിന് വിളിക്കപ്പെടുന്നതുവരെയുള്ള 6 വർഷക്കാലം ഏറെ അനുഗ്രഹീതമായിരുന്നുവെന്ന് ഞരളക്കാട്ട് പിതാവ് സ്മരിക്കുന്നു. അദ്ദേഹവുമായി തികഞ്ഞൊരു ആത്മബന്ധം അക്കാലത്ത് സൂക്ഷിക്കാനായിരുന്നതും അദ്ദേഹം ഓർമ്മിക്കുന്നു. 97 മാനന്തവാടി രൂപതയ്ക്ക് 2ാമത്തെ മെത്രാൻ വന്നു. അത് അഭിവന്യ എമ്മാനുവേൽ പോത്തനാമൊഴി പിതാവായിരുന്നു. അപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായ വിധത്തിലാണ് പുറമേ നിന്ന് ഒരാൾ മാനന്തവാടി രൂപതയിലേക്ക് വരുന്നത്. അതിൻ്റെ ചില കോളിളക്കങ്ങളൊക്കെ മാനന്തവാടി രൂപതയിൽ ഉണ്ടായിരുന്നെങ്കിലും പിതാവിനെ എല്ലാവരും സന്തോഷമായിട്ട് സ്വീകരിച്ചു. പിതാവിൻ്റെ മെത്രാഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ ദൈവം എനിക്കും അവസരം തന്ന് ഞാൻ ഓർക്കുകയാണ്. ആ അവസരത്തിലൊക്കെ നന്നായിട്ട് ചെയ്യാനൊക്കെ സാധിച്ചത്. അപ്പോൾ അങ്ങനെ പിതാവ് 97 മാനന്തവാടി രൂപതയുടെ പിതാവായിട്ട് വരുന്നു. പിതാവ് മെയ് 1-ാം തീയതി പിതാവിൻ്റെ കോൺസെക്രേഷൻ നടക്കുന്നത് ജനുവരി 26-നായിരുന്നു. 1997 ജനുവരി 26-ന്. മെയ് 1-ന് പിതാവ് എന്നെ മാനന്തവാടി രൂപതയുടെ വികാരി ജനറലായി നിയമിച്ചു. പിതാവ് അങ്ങനെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പിതാവ് 2003 പിതാവിന് ക്യാൻസർ രോഗമായിരുന്നു. 2003 മരിക്കുന്നത് വരെ 97 മുതൽ 6 വർഷക്കാലം പിതാവിൻ്റെ കൂടെ ജനറാളച്ചനായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ വള്ളോപ്പള്ളി പിതാവിൽ തുടങ്ങി തൂങ്കുടി പിതാവിൻ്റെ കൂടെയായിരുന്നു 10-21 വർഷം. പിന്നെ ഇപ്പോൾ പോത്തനാമൊഴി പിതാവിൻ്റെ കൂടെ വന്നു. പോത്തനാമൊഴി പിതാവ് ഒരു പുതിയ സാഹചര്യത്തിൽ വരുന്ന ആളായിരുന്നു. എങ്കിലും പിതാവിൻ്റെ കൂടെയുള്ള താമസവും ജീവിതമൊക്കെ ആദ്യമൊക്കെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും പറയാണ്. പക്ഷെ പിന്നീട് വലിയ ഒരു സൗഹൃദത്തിലേക്ക് വന്നവർക്കെയാണ്. ൽ മാനന്തവാടി രൂപതയുടെ 3ാമത്തെ മെത്രാനായി അഭിവന്യ ജോസ് പൊരുന്നേടം പിതാവ് അഭിഷിക്തനായി. അതിനു മുമ്പ് 1 വർഷക്കാലം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയും വഹിച്ചിരുന്ന ഞരളക്കാട്ട് പിതാവിനെ തന്നെയാണ് ജോസ് പിതാവ് തുടർന്നും വികാരി ജനറൽ സ്ഥാനം ഏൽപ്പിച്ചത്. മെത്രാൻ സ്ഥാനത്ത് നിയുക്തനാക്കപ്പെടുന്നതിനു മുൻപ് കൂരിയയുടെ ചാൻസലറായിരുന്ന അഭിവന്യ പൊരുന്നേടം പിതാവുമായുള്ള ഊഷ്മളമായ സ്നേഹബന്ധം എക്കാലവും തുടർന്നു പോന്നു എന്ന് ഞരളക്കാട്ട് പിതാവ് സ്മരിക്കുന്നു.
2004 മെയ് മാസത്തിലാണ് അഭിവന്യ ജോസ് പൊരുന്നേടം പിതാവ് മാനന്തവാടി രൂപതയുടെ മെത്രാനായിട്ട് വരുന്നത്. ഒരു വർഷം കഴിഞ്ഞിട്ടും മാനന്തവാടി രൂപതയ്ക്ക് മെത്രാനാകാതിരുന്നപ്പോൾ ഞാനൊരു തവണ ജോസ് പിതാവിനെ വിളിച്ചു. പിതാവ് ഇതെന്താണ്, പിതാവ് ചാൻസലറായിട്ട് ജോലി ചെയ്യണം, ഒന്നുമില്ലേ മാനന്തവാടി രൂപതയെ പറ്റിയില്ലേ? അപ്പോൾ എന്നോട് പിതാവ് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ പറയാനുണ്ട്, എറണാകുളത്തേക്കൊന്ന് ചെല്ലാമെന്ന് ചോദിച്ചു. ഞാൻ എറണാകുളത്തേക്ക് ചെന്നപ്പോൾ പിതാവ് എന്നോട് വളരെ രഹസ്യമായിട്ട് പറയുക, പുതിയ മെത്രാനായിട്ടുണ്ട്, ഞാൻ തന്നെയാണ് ആള് എന്നോട് പറഞ്ഞു. പക്ഷേ പരസ്യപ്പെടുത്തൊന്നും വേണ്ട, ഞാനാണ് വരാനിരിക്കുന്നത്, പരസ്യമായിട്ട് പെടുത്തേണ്ട ദിവസമൊക്കെ പറയും. അപ്പോൾ ജോസ് പിതാവ് മാനന്തവാടി രൂപതയുടെ മെത്രാനായിട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ അധികം സന്തോഷം തോന്നി. പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ പിതാവിനെ സ്വീകരിക്കുന്നു. 2004 മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ പിതാവിൻ്റെ മെത്രാഭിഷേകം നടക്കുന്നത് മാനന്തവാടി വെച്ച്. അതിന് വേണ്ട നേതൃത്വം കൊടുക്കുവാൻ അഡ്മിനിസ്ട്രേറ്റർ എന്നതിൽ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് വലിയ സന്തോഷമാണ് കരുതുകയാണ്. അതിനോട് എല്ലാ ഒരുക്കങ്ങളും നടത്തി വളരെ മനോഹരമായിട്ട് അത് നടത്താൻ സാധിച്ചു. ഞാൻ ബിഷപ്സ് ഹൗസിൽ അഭിവന്യ തൂങ്കുഴി പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടും പിന്നെ രൂപതയുടെ ചാൻസലറായിട്ടും അങ്ങനെ ഒക്കെയുള്ള ആ തസ്തികകളിൽ സേവനം ചെയ്തിരുന്നപ്പോഴെല്ലാം ഓരോരോ കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം അന്ന് മതബോധനത്തിൻ്റെ ഡയറക്ടറും അതുപോലെ പാസ്റ്റർ സെൻറ്ററിലുമൊക്കെ ആയിരുന്ന അവസരത്തിൽ എപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്, എല്ലാവരോടും സൗഹൃദമായിട്ട് പെരുമാറുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ഓരോരുത്തരെയും പേര് കൂട്ടി അദ്ദേഹം ഓർത്തിരിക്കുമായിരുന്നു. എനിക്ക് പലപ്പോഴും ഇപ്പോഴും സാധിക്കുന്നില്ല, പക്ഷെ അദ്ദേഹം വളരെ സമൃദ്ധമായിട്ട് അത് ചെയ്തിരുന്നു. എത്ര നേരത്തെ കണ്ട അല്ലെങ്കിൽ എത്ര നാൾ മുമ്പ് കണ്ട ഒരാളാണെങ്കിലും പേരുകൾ വിളിച്ച് ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വലിയൊരു താല്പര്യമുണ്ടാകും. ഈ ഞർലക്കാട്ട് പിതാവിന് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു കാരണം ഇപ്രകാരമുള്ള ആ ഒരു പേര് വിളിച്ചവരെ അഭിസംബോധന ചെയ്യാനും സംസാരിക്കാനുമുള്ള കഴിവാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് രൂപതയുടെ പ്രവർത്തനങ്ങളിൽ ഇപ്രകാരമുള്ള ഒരു അനുഭവ പരിജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം പിന്നീട് രൂപതാ കേന്ദ്രത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് എളുപ്പമുണ്ടായി. മതബോധനത്തിൻ്റെ ഡയറക്ടറായിരുന്നതുകൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ആ മേഖലയിൽ നല്ല അറിവുണ്ടായിരുന്നു. പാസ്റ്റർ സെൻ്ററിലുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. പിന്നീട് അഭിവന്യ തൂങ്കുഴി പിതാവ് അദ്ദേഹത്തെ പ്രൊക്കുറേറ്ററും പിന്നീട് അദ്ദേഹം വികാരി ജനറാളും ഒക്കെ ആക്കിയപ്പോഴൊക്കെ അദ്ദേഹത്തിന് രൂപതാ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ രൂപതയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരുപാട് പരിചയം സിദ്ധിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമാക്കുവാനായിട്ടും ഫലവത്താക്കുവാനായിട്ടും ഒക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ മാനന്തവാടി രൂപതയിൽ 2004 ബിഷപ്പായിട്ട് വരുന്നത്. അന്ന് അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. എൻ്റെ മുൻഗാമിയായിരുന്ന അഭിവന്യ എമാനുവൽ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററായിട്ട് മേജർ ആർച്ച് ബിഷപ്പിനാൽ നിയമിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററായിട്ട് നോക്കുന്ന കാലത്താണ് ഞാൻ ബിഷപ്പായി വരുന്നത്. അപ്പം അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ വീണ്ടും വികാരി ജനറലായിട്ട് തുടരാൻ അനുവദിച്ചു. സ്വാഭാവികമായിട്ടും ഒരു പതിവുണ്ട്, പുതിയ പിതാവ് വരുമ്പോൾ പഴയ ജനറാളച്ചൻ രാജി കൊടുക്കണമെന്നുണ്ട്. ഞാനും പിതാവിൻ്റെ അടുക്കൽ വന്നു, പിതാവ് ഞാനും രാജിവെക്കുകയാണ്. കാരണം എന്നെ നിയമിച്ചത് പോത്തനാവടി പിതാവാണല്ലോ. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞില്ല, രാജിവെക്കാൻ വരട്ടെ, ആ നിലയിൽ അങ്ങ് തുടരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് ഇപ്പോൾ കുറേ വർഷമായി, 77 വന്നതാണ് ഞാൻ ഈ സെൻട്രലിൽ. 77, 87, 97 വർഷങ്ങൾ കുറേയായി. അപ്പോൾ ഞാൻ 77, 87, 97 20 വർഷമായി അല്ലേ അത്ര വരുമ്പോഴത്തേക്കും ഈ പൊതുരംഗത്ത്. അപ്പോൾ എനിക്ക് മാറിയേ കൊള്ളാമെന്ന് പിതാവ് പറഞ്ഞതില്ല, തുടരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജോസ് പിതാവിൻ്റെ കൂടെ വീണ്ടും ഏതാണ്ട് 2 വർഷം ഞാൻ വികാരി ജനറലായിട്ട് ജോലി ചെയ്തു. അപ്പോൾ 3ാമത്തെ പിതാവിൻ്റെ കൂടെ 4ാമത്തെ പിതാവിൻ്റെ കൂടെ എന്ന് പറയാം, വള്ളോപ്പള്ളി പിതാവിൻ്റെ കൂടെ തുടങ്ങി പൗരോഹിത്യ ജീവിതം. തൂങ്കുടി പിതാവിൻ്റെ കൂടെ കുറേ വർഷങ്ങൾ, എമാനുവൽ പിതാവിൻ്റെ കൂടെ, ഇപ്പോൾ ജോസ് പിതാവിൻ്റെ കൂടെ. ഓരോ പിതാക്കന്മാരും വ്യത്യസ്തതയുള്ളവരായിരുന്നു ഓരോ രീതിയിൽ. അപ്പോൾ അവരുടെ കൂടെയുള്ള സേവനങ്ങൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ധന്യമാക്കിയിട്ടുണ്ട്. ഏറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. തമ്പുരാൻ ഒരുപക്ഷെ എന്നെ പിന്നീട് ഭാവിയിൽ വരാനിരുന്ന ഈ മെത്രാൻ സ്ഥാനത്തിന് വേണ്ടി ഒരുക്കിയതല്ലേ എന്ന് ഞാൻ പിന്നീട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാൻ കഴിയും.
ആ കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ രൂപതയിലെ വൈദികരായിട്ടും സന്യസ്തരുമായിട്ടും പ്രത്യേകിച്ച് ഇടവക ജനങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചിരുന്നു. അതൊക്കെ ഇന്നും വലിയ മുതൽക്കൂട്ടാണ്. മാനന്തവാടി രൂപതയുടെ ഏത് ഇടവകളിൽ പോയാലും ഞാൻ അറിയുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കിയാണ് ചെയ്യുന്നത്. മൂന്ന് പതിറ്റാണ്ടോളം മാനന്തവാടി രൂപതയിൽ നിർണായകമായ ഏറെ നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കുകയും രൂപതയെ വ്യക്തമായ വളർച്ചയിലേക്ക് നയിക്കുവാൻ സുപ്രധാനമായ പങ്കുവഹിക്കുകയും ചെയ്ത അഭിവന്യ ഞരളക്കാട്ട് പിതാവ് തുടർന്ന് അല്പകാലം ഇടവക ജീവിതത്തിലേക്ക് തിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ താൽപ്പര്യപ്രകാരമായിരുന്നു. 2 വർഷത്തോളം നിലമ്പൂരിൽ ഇടവക വികാരിയായി ജീവിക്കുവാനായതും തികച്ചും അനുഗ്രഹപ്രദമായിരുന്നുവെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. ഏറെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് തികഞ്ഞ ഒരജപാലകനായി തീർന്ന ആ കാലഘട്ടം അഭിവന്യ പിതാവിൻ്റെ ജീവിതത്തിൽ സാധാരണക്കാർക്കിടയിൽ പൂർണ്ണമായി ചെലവഴിക്കുവാൻ ഒരവസരം കൂടി നൽകി. ഞാൻ 2 വർഷം ജോസ് പിതാവിൻ്റെ കൂടെ ജോലി കഴിഞ്ഞാൽ പിതാവിനോട് പറഞ്ഞു, പിതാവ് എനിക്കൊരു സ്ഥലം മാറ്റം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും നാളായില്ലേ, 9 വർഷമായി ഞാൻ ജനറാളച്ചനായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഒരു മാറ്റം നല്ലതാണ്, ആളുകൾ പ്രതീക്ഷിക്കും, ആരും പറഞ്ഞില്ലേലും ഇത്രയും നാളായല്ലോ. അപ്പോൾ പിതാവ് പറഞ്ഞു, അങ്ങനെ അച്ഛൻ താല്പര്യമാണെങ്കിൽ അച്ഛൻ അങ്ങനെ ചിന്തിച്ചോളാൻ പറഞ്ഞു. പിതാവിനോട് ചോദിച്ചു എങ്ങോട്ടാണ് അച്ഛൻ പോകാൻ താല്പര്യപ്പെടുന്നത്. പിതാവ് എന്നോട് പറയുകയാണ്, എന്നാൽ ജർമ്മനിക്ക് പോയി രൂപതയ്ക്ക് വേണ്ടി ഒന്ന് ജോലി ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പേരോടൊന്നും പറഞ്ഞിട്ടില്ല, നെൽപ്പം പറയാണ്. ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് എനിക്ക് ജർമ്മനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം ജർമ്മനിയിൽ പോയി ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്മ ഒരു ഇടവേലയ്ക്ക് പോയാൽ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇടവേലയ്ക്ക് എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിതാവിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ നിലമ്പൂർ അടുത്തുള്ള ചോക്കാട് ഇടവേലയ്ക്ക് പോകാമോ, അവിടെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, ഞാൻ ചോക്കാട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. കുറച്ച് നാൾ ചോക്കാട്ടിന് പോയി റെഡി ആയിരിക്കുമ്പോൾ പിതാവിനോട് പറഞ്ഞു, ചോക്കാട്ടേക്ക് പോകണ്ട, അതൊരു കുറച്ച് ചെറിയ പള്ളിയല്ലേ. അച്ഛന് ഞാൻ ജനറാളച്ചനും അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആളെ ഒരു ചെറിയ പള്ളിയിലേക്ക് വെച്ച് അച്ഛന് പ്രശ്നമില്ലായാലും ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ എല്ലായിടത്തും കൊണ്ട് ഇട്ടെന്ന് പറയും. അതുകൊണ്ട് അച്ഛൻ നിലമ്പൂർ പള്ളിക്ക് പോകാൻ പറഞ്ഞു. പൊറോന പള്ളിയാണ്. ഞാൻ പറഞ്ഞു നിലമ്പൂർ പോയാൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല, അവിടെ ഭയങ്കര തിരക്കാണെന്ന് എനിക്കറിയാം. ടൗണിലുള്ള പള്ളിയാണ്, ഒരു സ്വസ്ഥത ഒരു സമാധാനം കിട്ടുകയില്ല, ഇവിടെ ചെയ്തേക്കാൾ ഭയങ്കര ജോലി അവിടെ ചെയ്യേണ്ടി വരും. ഇല്ല, അച്ഛൻ അങ്ങോട്ട് പോകുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ നിലമ്പൂർ പള്ളിയിലേക്ക് 2006 വികാരിയായിട്ട് ചെല്ലുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വികാരിയാകുകയാണ്. 97 ശേഷം 2006 ഒരു ഏതാണ്ട് 9-10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. എനിക്ക് 2 കൊല്ലം ഞാൻ നിലമ്പൂരിലെ സേവനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു നിലമ്പൂർ ഇടവക. അവിടുത്തെ ജനസമൂഹം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഇടവക ആൾക്കാരായിരുന്നു. 18 കിലോമീറ്റർ ചുറ്റളവിലാണ് നിലമ്പൂർ ഇടവക ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാ കുടുംബങ്ങളും ഞങ്ങൾ പലവട്ടം കയറി ഇറങ്ങിയുണ്ടായി. വാർഡ് പ്രാർത്ഥനകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സജീവമായിട്ട് കൊണ്ടുപോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചച്ഛൻ കൊടക്കച്ചിറ ജോജോച്ചനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വളരെ ഹൃദയൈക്യത്തോടു കൂടി വളരെ നന്നായിട്ട് ഇടവെക്കേണ്ടി സേവനം ചെയ്യുകയുണ്ടായി, വികാരി എന്ന നിലയിലും മറ്റെല്ലാ കാര്യങ്ങളിലും. ആ സമയത്ത് നിലമ്പൂർ പ്രദേശത്തിൻ്റെ കരിസ്മാറ്റിക് ആ പ്രദേശത്തിൻ്റെ റിന്യൂവൽ പ്രസ്ഥാനങ്ങൾ ഡയറക്ടറായിട്ടും പിതാവിനെ വെച്ചിരുന്നു. അത് ഞങ്ങൾ പരമാവധി നന്നായി കൊണ്ടുപോകാൻ സാധിച്ചു. ആ കാലഘട്ടത്തിലാണ് മാനന്തവാടി രൂപതയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ഭദ്രാവതി രൂപത രൂപീകരിക്കപ്പെടുന്നത്. ആ നാട്ടിൽ തനിക്കായി ദൈവമൊരുക്കിയിരിക്കുന്ന പുതിയ ദൗത്യത്തെ അപ്രതീക്ഷിതമായാണ് അഭിവന്യ ഞരളക്കാട്ട് പിതാവ് തിരിച്ചറിഞ്ഞത്. ഏറെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ടും വളർച്ചയുടെ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തേണ്ടിയിരുന്ന ആ രൂപതയിൽ ആദ്യമെത്രാനായി അഭിഷിക്തനായ മാർ ജോസഫ് അരുമച്ചാടത്തിനൊപ്പം വികാരി ജനറലായി നിയുക്തനായത് അഭിവന്യ ഞരളക്കാട്ട് പിതാവായിരുന്നു. 2007 മാനന്തവാടി രൂപത ആദ്യമായിട്ട് വിഭജിച്ച് ഭദ്രാവതി രൂപത വരുന്നത്. അപ്പോൾ ഭദ്രാവതി രൂപതയുടെ ആ പിതാവിൻ്റെ സ്ഥാനാരോഹണത്തൊക്കെ ഞാൻ പോയി കൂടി. ആ സ്ഥാനാരോഹണത്തിൽ ഞാൻ പോയി കൂടിയപ്പോൾ അവിടുത്തെ ഒരച്ഛൻ എന്നോട് ചോദിച്ചു,
അച്ഛൻ എന്നാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിശയിച്ചു, ഞാനിത് അങ്ങോട്ട് ചെല്ലുന്നത്. അല്ല, ഇവിടെ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ടെന്നൊക്കെ ആരൊരു ശ്രുതി പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് വെച്ചോണ്ട് ഞാനിഞ്ഞ് പോന്നു. എന്നോട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിതാവ് എന്നെ വിളിച്ചു. ഭദ്രാവതിയിലെ അരുമച്ചാടത്ത് പിതാവ് വിളിച്ചു. അച്ഛൻ ഇങ്ങനെ കുറച്ച് നാളൊക്കെ മാനന്തവാടി രൂപതയിലെ ജനറാൾസിനൊക്കെ ആയിരുന്നതാണല്ലോ. ഞങ്ങളുടെ ഇവിടെ പുതിയ രൂപത തുടങ്ങുമ്പോൾ ഈ രൂപതയൊന്ന് പടുത്തുയർത്താൻ അച്ഛന് സഹായം കിട്ടിയ ഉപകാരമായിരുന്നു. പിതാവ് എന്നെ അന്വേഷിച്ച് നിലമ്പൂർ വന്നു, ഈ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഷോക്കായി പെട്ടെന്ന്. കാരണം ഞാനവിടെ വന്നിട്ട് 2 കൊല്ലമേ ആയുള്ളൂ. ഈ ഇടവയെ ഇങ്ങനെ പഠിച്ച് പരിചയപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. ആളുകളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും പോണോ വേണ്ടയോ? ഞാൻ പിതാവിനോട് പറഞ്ഞു, എനിക്ക് പിതാവെ സമയം തരണം, ആലോചിക്കാതെ പറയാൻ പറ്റത്തില്ല, എനിക്ക് കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു. ഞാൻ ചിന്തിച്ചു, ഞാൻ പോണോ വേണ്ടയോ? ഇവിടെ എല്ലാ സൗകര്യവും ഒത്ത ഒരു ഇടവകയാണ്, പണിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ തന്നെയും. പക്ഷേ ഞാൻ ആലോചിച്ചു. ഒരു നേരം പിതാവിനോട് ചോദിച്ചു, പിതാവ് ഞാൻ ഭദ്രാവതിക്ക് പോകണോ? പിതാവ് പറഞ്ഞു, ഞാനൊന്നും പറയില്ല, അച്ഛൻ്റെ ഇഷ്ടം തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഞാൻ തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് കുറേ പ്രാർത്ഥിച്ചു, കുറേ ചിന്തിച്ചു. എന്നെക്കൊണ്ട് ഭദ്രാവതി രൂപതയ്ക്ക് ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ ശരി പൊക്കളയാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ പിതാവിനെ വിളിച്ചു പറഞ്ഞു, ശരി ഞാൻ ഭദ്രാവതി രൂപതയിലേക്ക് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ 2008 2 വർഷത്തെ നിലമ്പൂരിലെ സേവനം അവസാനിപ്പിച്ച് 2008 ഞാൻ ഭദ്രാവതിയിലേക്ക് പോവുകയാണ്. ഭദ്രാവതി രൂപതയുടെ വികാരി ജനറലായിട്ടും ഒപ്പം ഷിമോഗ പള്ളിയുടെ വികാരിയായിട്ടും. പ്രത്യേകമായ ദൈവീക ഇടപെടലുകളോടെ ഉയർന്നുവന്ന ഒരഭിഷിക്തൻ. അദ്ദേഹത്തിൻ്റെ പാതകളിൽ ജ്വലിച്ചു നിൽക്കുന്നത് കാരുണ്യവാനായ നല്ല ദൈവത്തിൻ്റെ സ്നേഹസ്പർശമാണ്. തന്നോട് ചേർന്ന് നിൽക്കുന്ന ആത്മാക്കളെ എന്നും വഴി നടത്തുന്ന നല്ലിടയൻ്റെ ചിത്രം നമുക്കും പ്രചോദനം പകരുന്നു. തികഞ്ഞ ആത്മീയ ബോധ്യങ്ങളോടെ അവിടുത്തെ അജഗണത്തിന് വഴിതെളിക്കുന്ന ഈ ഇടയന് പ്രാർത്ഥനയിലൂടെ ബലം പകരുന്നതിനൊപ്പം ആ ദൈവിക സ്പർശനത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. ഒരു മിഷണറി വൈദികനാകണമെന്നായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ആഗ്രഹം. അത് ഞാൻ പഠിച്ചറിഞ്ഞിട്ടൊന്നും മനസ്സിൽ തോന്നിയതല്ല, അങ്ങനെയാണ് ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷേ ഞാൻ ഭദ്രാവതി രൂപതയിലേക്ക് കടന്നു പോകുമ്പോൾ അത് ഏറെക്കുറെ ആ വിധത്തിലേക്കാണ് വന്നത്. മാനന്തവാടി രൂപതയുടെ ഷിമോഗ പ്രദേശം ഉൾക്കൊള്ളുന്ന ഷിമോഗ ഡിസ്ട്രിക്റ്റ് വേർതിരിച്ചാണ് ഭദ്രാവതി രൂപത നിലവിൽ വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ കാണുന്ന മറ്റൊരു സംഗതി, ഭദ്രാവതിയിലേക്ക് പോയപ്പോൾ എനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ദൈവവിളിയെ പഠിച്ച് എന്ത് വിചാരിച്ചിരുന്നുവോ അത് കുറച്ചുകൂടി വ്യക്തമാവുകയായിരുന്നു മണ്ഡ്യയിലേക്ക് ചെന്നപ്പോൾ. മറ്റു രൂപതകളെല്ലാം അപേക്ഷിച്ച് മണ്ഡ്യ രൂപത ശരിക്കും ഒരു മിഷൻ രൂപതയായിരുന്നു. തമ്പുരാൻ എന്താഗ്രഹിക്കുന്നോ അത് പൂർണ്ണമായിട്ട് നടത്താൻ വേണ്ടി എല്ലാ വഴികളും തമ്പുരാൻ ഒരുക്കും. അതാണ്, അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം തമ്പുരാൻ്റെ ഇഷ്ടം എന്താണോ അതിനെ പൂർണ്ണമായിട്ടും അങ്ങ് സമർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. എൻ്റെ വൈദിക ജീവിതത്തിൽ പരമാവധി ഞാൻ തമ്പുരാൻ്റെ ഇഷ്ടം അറിയുമ്പോൾ അതിനെ വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സാണ് സ്വീകരിച്ചത്.